ഹായ് മക്കളെ, എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ആണ്. ഓൾറെഡി സെക്കൻഡ് ടേമിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ടേമിന്റെ ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്കറിയാം ചെറിയതായിട്ട് ഒരു 20% ചോദ്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ഏതൊക്കെയാണ് പഠിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ളത് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, ശ്രദ്ധിച്ചോണേ. ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ് മക്കളെ. സൊല്യൂഷൻസിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ചാണ്. അതിനകത്ത് മൊളാരിറ്റി നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. മൊളാരിറ്റി എങ്ങനെ ചോദിക്കുന്നു വെച്ചാൽ 1 മാർക്കിനകത്ത് ചോദിക്കും. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേം ഏതെന്ന് ചോദിക്കും. അതാരാണ്? മൊളാരിറ്റി ആണ്. പഠിച്ചോണേ. അതേപോലെ മൊളാലിറ്റി പഠിക്കണം, മോൾ ഫ്രാക്ഷൻ പഠിക്കണം. ഇവരുടെ എല്ലാം എന്തൊക്കെയാ പഠിക്കേണ്ടത്? ഇവരുടെ ബേസിക് ആയ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം, ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിക്കോണേ, മറക്കരുത്. ദാണ്ട മൊളാരിറ്റി തരുമ്പോഴേ, മൊളാരിറ്റിയുടെ പ്രോബ്ലം തരുമ്പോ ml ലായിരിക്കും അവർ തരിക. അതിനെ നിങ്ങൾ എങ്ങോട്ട് മാറ്റിക്കോണം? മില്ലി ലിറ്ററിലായിരിക്കും തരുന്നത്. എങ്ങോട്ട് മാറ്റിക്കോണം? ലിറ്ററിലേക്ക് മാറ്റിക്കോണം. അതേപോലെ മൊളാലിറ്റിയുടെ തരുന്നത് ഗ്രാമിലായിരിക്കും. എങ്ങോട്ട് മാറ്റിക്കോണം? കിലോഗ്രാമിലേക്ക് മാറ്റിക്കോണം. മോൾ ഫ്രാക്ഷൻ കാണാൻ എല്ലാ സ്റ്റുഡൻസിനും അറിയാം. എങ്ങനെയാ മോൾ ഫ്രാക്ഷൻ കാണുക? ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ കാണേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അവിടെ നിന്ന് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഹെൻറീസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനുമാണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹെൻറീസ് ലോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന്റെ ആപ്ലിക്കേഷനും പഠിച്ചോണം. ആപ്ലിക്കേഷൻ അറിയാമല്ലോ, സ്ക്യൂബ ഡൈവേഴ്സിന്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ആപ്ലിക്കേഷൻ അറിയാമല്ലോ. അപ്പൊ ഹെൻറീസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനും നന്നായിട്ടൊന്ന് നോക്കിക്കൊണ്ട് പോകുക. അടുത്തത് ഡയറക്റ്റ് ചോദ്യമാണ്. റൗൾസ് ലോ ചോദിക്കും. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന റൗൾസ് ലോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും എങ്ങനെ പഠിക്കണം? ഗ്രാഫ് മസ്റ്റ് ആയിട്ട് പറയണം. എക്സാമ്പിളും പഠിക്കാതെ പോവരുത്. ചിലപ്പോൾ അവര് തരും, നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കും ഇത് ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ. നോൺ ഐഡിയൽ സൊല്യൂഷനിൽ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിക്കും. എല്ലാ കോൺസെൻട്രേഷനിലും ടെമ്പറേച്ചറിലും റൗൾസ് ലോ ഒബേ ചെയ്താൽ ഐഡിയൽ ആണ്, ഒബേ ചെയ്തില്ല എങ്കിൽ നോൺ ഐഡിയൽ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. ഗ്രാഫ് വിത്ത് എക്സാമ്പിൾ പഠിച്ചോണം. അടുത്തത് അസിയോട്രോപ്സ് ആണ്. അസിയോട്രോപ്പ് എന്താണെന്ന് പഠിക്കണം. 2 ടൈപ്പ് ഉണ്ട്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. വിത്ത് എക്സാമ്പിൾ പഠിച്ചോ. കേറി വരാൻ സാധ്യതയുണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഒരുപാട് രീതിയിൽ അവിടുന്ന് ചോദ്യം വരും. ആദ്യത്തത് എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിക്കും. നിങ്ങൾക്കറിയാം properties of very dilute solution ആണ്, which depends only on the number of solute particles, not on their nature. അറിയാമല്ലോ, 4 important colligative property ഉണ്ട്. ഏതൊക്കെയാ? relative lowering of vapor pressure, elevation in boiling point, depression in freezing point, osmotic pressure. ക്ലിയർ അല്ലേ? അത് 4 എണ്ണം ഏതാണെന്ന് ചോദിക്കും. അതേപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. പിന്നെ വന്ന് സാധ്യത കണ്ടിട്ട് ഉള്ളത് ഇതിന്റെ പ്രോബ്ലംസ് ചോദിക്കും. അതായത് നിങ്ങൾക്കറിയാം എന്തിനാ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്? അൺനോൺ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കാണാൻ എല്ലാവരുടെയും ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിന്റെയും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിന്റെയും ഗ്രാഫൂടെ മസ്റ്റ് ആയിട്ട് പഠിച്ചോണ്ടേ പോകാവൂ. ക്ലിയർ അല്ലേ? അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് ചോദിക്കും. ഞാനത് പറയുന്നില്ല, കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി വിടുന്നതേ ഉള്ളൂ. റിവേഴ്സ് ഓസ്മോസിസ്, അതേപോലെ ആ ഡീസലൈനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന സാധനവും കൂടെ, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടറും കൂടെ പഠിച്ചുകൊണ്ട് പോകണം. അടുത്തത് വാൻ ഹോഫ് ഫാക്ടർ ആണ്. നിങ്ങൾക്കറിയാം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അത് 100% എന്താവത്തില്ല, ആക്യുറേറ്റ് ആവത്തില്ല.
അതിനകത്ത് തെറ്റ് വരാം. സോ വാൻ ഹാഫ് ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഐ കാണുന്നതൊക്കെ പഠിച്ചോണം, അതിന്റെ പ്രോബ്ലംസും പഠിച്ചോണം. വാൻ ഹാഫ് അറിയാമല്ലോ എന്തുകൊണ്ട് അബ്നോർമാലിറ്റി കാണിച്ചു എന്ന് ചോദിച്ചാൽ അസോസിയേഷനും ഡിസോസിയേഷനും മറക്കല്ലേ, ആ സാധനങ്ങൾ മറക്കല്ലേ, കൃത്യമായിട്ട് പഠിച്ചോണം. അതേപോലെ നിങ്ങൾ ഓസ്മോസിസ് പഠിക്കുന്ന സമയത്ത് ഓസ്മോസിന്റെ നിറയെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അറിയാമല്ലോ. ആ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക, പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ ആണേ. 20% ഉള്ളൂ സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി കൈനറ്റിക്സ്. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ വൃത്തിയായിട്ടൊന്ന് ഈ പറയുന്നതൊന്ന് വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോയാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത ചാപ്റ്റർ ആണ് മക്കളെ ഇലക്ട്രോ കെമിസ്ട്രി. നിറയെ പ്രോബ്ലംസ് ഒക്കെയുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസിനാൽ വളരെയധികം കോൺസെപ്റ്റുകളുള്ള ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി. ആദ്യം പഠിക്കേണ്ടത് ഡാനിയൽ സെല്ലാണ്. അറിയാമല്ലോ ഡാനിയൽ സെല്ല്. സിങ്ക് സെന്റനസോഫോറിനകത്ത് മുക്കി വെച്ചിരിക്കുന്ന അപ്പുറത്ത് CU കോപ്പർ സൾഫേറ്റ് സോൾട്ട് ബ്രിഡ്ജ് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നു മീൻസ് ഓഫ് മെറ്റാലിക് വയർ ത്രൂ എ വോൾട്ട്മീറ്റർ. ആനോഡിന്റെ റിയാക്ഷൻ, കാഥോഡിന്റെ റിയാക്ഷൻ, അതേപോലെ നെറ്റ് സെൽ റിയാക്ഷൻ എഴുതാൻ അറിയണം. അതേപോലെ ഡാനിയൽ സെല്ലിന്റെ EMF പഠിച്ചോണം. ഡാനിയൽ സെല്ലിന്റെ EMF എത്രയാണ്? E0 സെല്ല് ഡാനിയൽ സെല്ലിന്റെ EMF എത്രയാണ്? വേഗം പറ. 1.1 വോൾട്ട് ആണ്. പഠിച്ചോണേ പഠിച്ചോണേ പഠിച്ചോണേ. അറിയാവേ ഡാനിയൽ സെല്ല്. സെല്ലിന്റെ റെപ്രസെന്റേഷൻ നിങ്ങൾക്കറിയാം. സെല്ലിന്റെ റെപ്രസെന്റേഷൻ നിങ്ങൾക്കറിയാം. എങ്ങനെയാ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 2 വര 1 വര 1 വരയ്യ. എങ്ങനെയാണ്? 2 വര 1 വര 1 വരയ്യ. 2 വര ആരെ കാണിക്കുന്നു? സോൾട്ട് ബ്രിഡ്ജിനെ കാണിക്കുന്നു. 2 വരയുടെ ഇപ്പുറത്താരാണ്? ആനോഡാണ്. 2 വരയുടെ റൈറ്റിൽ ആരാണ്? കാഥോഡാണ്. ശരിയല്ലയോ? ആനോഡ് എഴുതുന്ന സമയത്ത് എപ്പോഴും ആരെ എഴുതണം? മെറ്റൽ ഫോളോഡ് ബൈ ആരാണ്? മെറ്റൽ അയോൺ ആണ്. കാഥോഡ് എഴുതുമ്പോഴോ മെറ്റൽ അയോൺ ഫോളോഡ് ബൈ ആരാണ്? മെറ്റലാണ്. ഇങ്ങനെയാണ് സെല്ലിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. ഇത് കൃത്യമായിട്ട് അറിയണം. കാര്യം പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെല്ലിന്റെ റിയാക്ഷൻ തരത്തില്ല, സെല്ലിന്റെ റെപ്രസെന്റേഷനെ തരൂ. സോ സെല്ലിന്റെ റെപ്രസെന്റേഷൻ തന്നാൽ ആനോഡ് ആരാ കാഥോഡ് ആരാ എന്നൊക്കെ അറിയാനുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അടുത്തത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. ശരിയല്ലേ? സിംഗിൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. നിങ്ങൾക്കറിയാം ഒരു ബീക്കറിനകത്ത് 1 മോളാർ H+ കോൺസെൻട്രേഷൻ ഉള്ള ആസിഡിനെ എടുക്കുക, ഗ്ലാസ് ട്യൂബ്, അയാളെ സീൽ ചെയ്തുകൊണ്ട് പ്ലാറ്റിനത്തിന്റെ വയറ്, എൻഡിലായിട്ട് ആരുണ്ട്? പ്ലാറ്റിനത്തിന്റെ ഫോയില്, എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ കടത്തി വിടുന്നു അറ്റ് 180 m പ്രഷർ. അറ്റ് 180 m പ്രഷറിലും 25 ഡിഗ്രി സെൽഷ്യസിലും. ശരിയല്ലേ? ഷീയുടെ പ്രത്യേകത ഷീ ക്യാൻ ആക്ട് ബോത്ത് കാഥോഡ് ആസ് വെൽ ആസ് ആനോഡ് ആൻഡ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ ഈസ് 0. 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷീയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന്? 0 ആണ്. ശരിയല്ലേ? അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നോൺസ്റ്റ് ഇക്വേഷൻ. എന്താണ് നോൺസ്റ്റ് ഇക്വേഷൻ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഡാനിയൽ സെല്ലിന് ആരെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം? നോൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. പഠിച്ചോണം പഠിച്ചോണം പഠിച്ചോണം. നോൺസ്റ്റ് ഇക്വേഷൻസിന്റെ പ്രോബ്ലംസും നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകണേ. അടുത്തത് ചെറുതായിട്ട് ചോദിക്കാൻ, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കണ്ടക്ടൻസ് വേണമെങ്കിൽ ചോദിക്കാം, മോളാർ കണ്ടക്ടിവിറ്റി ചോദിക്കാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ചോദിക്കാം. അറിയാവല്ലോ? യെസ്. അടുത്തത് കോൾറാഷസ് ലോ ആണ്. കോൾറാഷസ് ലോ, ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ മൾട്ടിപ്ലൈ വിത്ത് റെസ്പെക്റ്റീവ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന നമ്മളുടെ കോൾറാഷസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനും പഠിച്ചോണം. കോൾറാഷസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനുമാണ് സാധാരണ ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ അറിയാവല്ലോ. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്തോ കണ്ടുപിടിക്കാൻ പറ്റും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പഠിച്ചോണം. അടുത്തത് ഫാരഡേസ് ലോ ആണ്. മക്കളെ ഫാരഡേസ് ലോ എന്ന് പറയുമ്പോൾ 2 ലോ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഫാരഡേയുടെ 2 ലോ ഉണ്ട്. ഏതൊക്കെയാണ്? ഫാരഡേസ് ഫസ്റ്റ് ലോയും ഉണ്ട്. ഫാരഡേയുടെ ഫസ്റ്റ് ലോയും നിങ്ങൾ പഠിക്കണം. ഫാരഡേയുടെ സെക്കൻഡ് ലോയും നിങ്ങൾ പഠിക്കണം. 2 ലോ ഉണ്ട്. ഫാരഡേസ് ലോ എന്ന് ചോദിച്ചാൽ 2 ലോയും എഴുതാനേ നിർവാഹമുള്ളൂ. എടുത്തവര് ഫാരഡേയുടെ ഇന്ന ലോ എന്ന് ചോദിച്ചാൽ ആ ലോ മാത്രം എഴുതി വെക്കണം. ക്ലിയർ ആണേ പറഞ്ഞത്. അടുത്തത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അനവധി തവണ എക്സാമുകളുടെ നിറസാന്നിധ്യമാണ് ബാറ്ററീസ്. ബാറ്ററീസ് അറിയാം, സോഴ്സ് ഓഫ് എനർജി ആണ്. 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി
പ്രൈമറി നിങ്ങൾക്കറിയാം. റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റാത്തത് പ്രൈമറി, റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് ആരാണ്? സെക്കൻഡറി ആണ്. പ്രൈമറിക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്രൈമറിക്ക് എക്സാമ്പിൾ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്. സെക്കൻഡറിക്ക് എക്സാമ്പിൾ പറ. സെക്കൻഡറിക്ക് എക്സാമ്പിൾ പറ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലെ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കാഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്. എല്ലാവരുടെയും ആനോഡ് പഠിക്കണേ. ഏത് സെല്ല് പഠിച്ചാലും അവരുടെ ആനോഡ് പഠിക്കുക, ആനോഡ് പഠിക്കുക, കാഥോഡ് പഠിക്കുക. ഇലക്ട്രോലൈറ്റ് ആരാണെന്നറിയണം, ഇലക്ട്രോലൈറ്റ് ആരാണെന്നറിയണം. അതേപോലെ അവരുടെ EMF പഠിക്കുക, അതേപോലെ അവരുടെ യൂസും പഠിക്കുക. മറക്കരുത്, ചോദിക്കുന്നതാണ്. മറക്കരുത്, ചോദിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ സ്കിപ്പ് അടിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, കൊറോഷൻ. കൊറോഷൻ, കൊറോഷൻ, കൊറോഷൻ നിങ്ങൾക്കറിയാം, മെറ്റലിന്റെ സ്ലോ ഡിസ്ട്രക്ഷനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. അതിന്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് കൂടെ പഠിച്ചോണം. ബാരിയർ പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ പോയിന്റ്സ് ഉണ്ടല്ലോ, അതും പഠിച്ചോണം. അതേപോലെ കൊറോഷന് എക്സാമ്പിൾ ആയിട്ട് NCERT പറയുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. ആ റസ്റ്റിംഗ് ഓഫ് അയണിന്റെ മെക്കാനിസവും കൂടി പഠിച്ചോണം. റസ്റ്റിംഗ് ഓഫ് അയണും കൂടെ വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇത്രയുമാണ് നിങ്ങളുടെ ഏത് ചാപ്റ്റർ? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രിക്കകത്തുനിന്ന് നോക്കിക്കൊണ്ടേ പോകാവൂ. ക്ലിയർ ആണേ പറഞ്ഞേ? ഓക്കെ ആണേ പറഞ്ഞത്? ദാണ്ടെ നമ്മളുടെ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അടുത്ത ചാപ്റ്റർ നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സ് ആണ് കേട്ടോ. കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിനകത്തുനിന്ന് റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ അറിയണം. റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെയാ? റേറ്റ് എക്സ്പ്രഷൻ എഴുതുക, വേഗം പറ. ഞാനിപ്പോ ഒരാളെ തരാം. എന്താ? A പ്ലസ് B ഗീവ്സ് C പ്ലസ് D. എങ്ങനെയാ റേറ്റ് എഴുതുന്നത്? എങ്ങനെയാ റേറ്റ് എഴുതുന്നത്? റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ എഴുതുന്നത്? റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ റിയാക്ടന്റിന്റെ ടേം എഴുതുമ്പോ മൈനസ് എഴുതണം അല്ലേ? ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ആരാണ്? DT ആണ്. ലെഫ്റ്റിൽ കിടക്കുന്ന സാധനത്തെ അല്ലെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ ഡിനോമിനേറ്ററിൽ എഴുതണം. നടുക്ക് എന്തുവാ ചിഹ്നം? ഈസ് ഈക്വൽ ടു ആണ്. എഗെയിൻ ബി റിയാക്ടന്റിന്റെ ടേം ആണ്. അപ്പൊ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ആരാണ്? DT. അവന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഈസ് ഈക്വൽ ടു സി പ്രോഡക്റ്റ് ആണ്. അപ്പൊ പ്ലസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ആരാണ്? DT ആണ്. ദാ കൊടുത്തോ. ഈസ് ഈക്വൽ ടു ഇടുക. പ്രോഡക്റ്റ് ആണ് പ്ലസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ ആരാണ്? DT ആണ്. അവൻ്റെത് കൊടുത്തു. ശരിയാണോ? ഇങ്ങനെ ഡി വെച്ചെഴുതിയാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആ ഡി മാറ്റിയിട്ട് ഡെൽറ്റ കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആവറേജ് റേറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് ആവറേജ് റേറ്റിന്റെയും ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെയും എക്സ്പ്രഷൻ എഴുതാൻ ചോദിച്ചാൽ അത് പഠിച്ചിട്ടേ പോകാവൂ. ശരിയല്ലേ? അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ പ്രധാനമായും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 3 ഫാക്ടറുകളാണ്. 1 കോൺസെൻട്രേഷൻ ആണ്, 2 ടെമ്പറേച്ചർ ആണ്, 3 നേച്ചർ ഓഫ് റിയാക്ടന്റ് ആണ്. ഇതിന്റെ എല്ലാം എന്തുകൂടെ പഠിച്ചോണം? എക്സ്പ്ലനേഷനൂടെ പഠിച്ചോണം. അടുത്തത് റേറ്റ് ലോ ആണ്. അറിയാവല്ലോ റേറ്റ് ലോ എഴുതാൻ? അറിയാവല്ലോ റേറ്റ് ലോ എഴുതാൻ? ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. അറിയാവേ? അറിയാവേ? റേറ്റ് കോൺസ്റ്റന്റ് K ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ആരാ? K ആണ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ മറ്റു 2 പേര് പറ. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെ? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്താണെന്ന് ചോദിക്കും. അടുത്തത് ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. എന്ത് ഓർഡർ ഓഫ് റിയാക്ഷൻ? റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറുകളുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. എന്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ റേറ്റ് ലോ എക്സ്പ്രഷനിലെ എങ്ങനെയാ റേറ്റ് ലോ എഴുതുന്ന? വേണമെങ്കിൽ ഒരെണ്ണം എഴുതി കാണിക്കാം. വേഗം പറ. A പ്ലസ് BB ഗിവ്സ് പ്രോഡക്റ്റ്. എങ്ങനെയാ റേറ്റ് ലോ എഴുതുന്നേ? റേറ്റ് ആർ പ്രപ്പോർഷണൽ ടു concentration of A raised to X into concentration of B raised to Y. അല്ലേ? അല്ലേ? ബാക്കി പറ. R is equal to K into concentration of A raised to X into concentration of B raised to Y ആണ്. അങ്ങനെയാണെങ്കിൽ ദാ ഞാൻ ഇപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഇക്വേഷൻ അഥവാ റേറ്റ് ലോ. ആ റേറ്റ് ലോയിലെ
കോൺസെൻട്രേഷൻ ടേമിന്റെ പവറുകളുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. ഇവിടെ പവർ ആരാ? എക്സ്, അവിടെ പവർ ആരാ? വൈ. സമ്മ് പറ x+y. അപ്പൊ എന്താ ഓർഡർ? സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് പഠിക്കുക. അടുത്തത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് പഠിക്കണം. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് പഠിക്കണം. അത് നിങ്ങൾക്കറിയാം, കെയുടെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, ജനറൽ പഠിച്ചാൽ മതി. എന്തുവാ? k = വേഗം പറ മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1. ബാക്കി പറ പിള്ളാരെ. സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. where n is the order of the reaction ആണ്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. nth ഓർഡർ റിയാക്ഷൻ കെയുടെ യൂണിറ്റ് എന്താ? മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1. സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഏത് ഓർഡർ ആണോ ചോദിക്കുന്നത് എന്നിന്റെ സ്ഥാനത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്ത് എഴുതുക. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറാൻ പാടില്ല. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓർഡർ നിങ്ങൾക്കറിയാം, സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ എക്സ്പെരിമെന്റൽ റേറ്റ് ഇക്വേഷൻ. മോളിക്കുലാരിറ്റി നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് വിച്ച് കൊളൈഡ്സ് സൈമുൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഓർഡർ ഒരു എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണ്, മോളിക്കുലാരിറ്റി തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഓർഡറിന് ഏത് വാല്യൂ വരാം? നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, സീറോ വരാം, ഫ്രാക്ഷണൽ വരാം. മോളിക്കുലാരിറ്റി എല്ലായ്പ്പോഴും പോസിറ്റീവ് ഹോൾ നമ്പർ ആയിരിക്കും. അതേപോലെ order gives idea about the mechanism of the reaction. Molecularity does not give any idea about the mechanism of the reaction. അത് കൃത്യമായിട്ട് പഠിക്കണം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കണം. ഡെറിവേഷൻ അറിയാമല്ലോ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും പഠിക്കണം. ആരുടെയൊക്കെ? സീറോ ഓർഡറിന്റെ ഫസ്റ്റ് ഓർഡറിന്റെ പഠിക്കണം. അതേപോലെ അവരുടെ ഹാഫ് ലൈഫും പഠിക്കണം. ഹാഫ് ലൈഫ് എന്താ? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു ബിക്കം ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ടു ഇറ്റ്സ് ഹാഫ് ആണ്. ഇനീഷ്യലി നിങ്ങൾ എത്ര എടുത്തിട്ടുണ്ടോ അത് അതിന്റെ പകുതിയാകാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹാഫ് ലൈഫ്. അറിയാവേ? ആരുടെയൊക്കെ പഠിച്ചോണം? സീറോ ഓർഡറിന്റെയും പഠിച്ചോണം, ഫസ്റ്റ് ഓർഡറിന്റെയും പഠിച്ചോണം. സീറോ ഓർഡറിന്റെയും പഠിച്ചോണം, ഫസ്റ്റ് ഓർഡറിന്റെയും പഠിച്ചോണം. വിത്ത് എന്ത് പഠിക്കുക? ഡെറിവേഷൻ പഠിക്കുക. ക്ലിയർ അല്ലയോ? അടുത്തത് ആ കൈനറ്റിക്സിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. നിങ്ങൾക്കറിയാം, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. വെറുതെ കൂടുവാണോ? അല്ല, പ്രോപ്പർ ആയിട്ടാണ് കൂടുന്നത്. ഫോർ എവരി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിക്കംസ് ആരാണ്? ഡബിൾ ആണ്. ശരിയല്ലേ? അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അറീനിയസ് ഇക്വേഷൻ. എന്തുവായിരുന്നു അറീനിയസ് ഇക്വേഷൻ? 1 മാർക്കിന് ചോദിക്കും. k = a × e raised to -EA/RT. ശരിയാണോ? അതേപോലെ ആക്ടിവേഷൻ എനർജി കാണുന്ന പ്രോബ്ലം കൂടെ ചോദിക്കും. ആ ഇക്വേഷനും മറക്കരുത്. log K2 / K1 = EA / 2.303 R into ബാക്കി പറ പിള്ളാരെ. T2 - T1 / R ആണ്. T1 T2 ആണ്. ഇതും മറക്കരുത്. അറീനിയസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ആണ് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്നത്. അത് രണ്ട് സൈഡിൽ ലോഗ് ഒക്കെ കൊടുത്ത് സോൾവ് ചെയ്ത് വരുന്ന ഫൈനൽ ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. log K2 / K1 = EA / 2.303 R into T2 - T1 / T1 T2. മറക്കല്ലേ. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൈനറ്റിക്സിനകത്ത് നിറയെ ഗ്രാഫുകൾ ഉണ്ടല്ലേ. ഹാഫ് ലൈഫിന്റെയും കോൺസെൻട്രേഷന്റെയും ഗ്രാഫ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ ഗ്രാഫ് ഉണ്ട്, കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് ഉണ്ട്. എല്ലാ ഗ്രാഫുകളും എൻ്റെ മക്കളെ പഠിച്ചോണ്ടേ നിങ്ങൾ പോകാവൂ. എല്ലാ ഗ്രാഫും വൃത്തിയായിട്ട് പഠിച്ചോണ്ടേ പോകാവൂ കേട്ടോ. ഗ്രാഫ് തന്നിട്ട് ഗ്രാഫിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾ എവിടെ പഠിക്കുക? നമ്മളുടെ കൈനറ്റിക്സിനകത്ത് ഇത്രയും വൃത്തിയായിട്ട് പഠിക്കുക. അടുത്തത് ലാസ്റ്റ് ടോപ്പിക് ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. മക്കളെ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിനകത്ത് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. എന്തുവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ?
വേഗം പറ. സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരാളെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കണമെങ്കിൽ അയാളായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ അയാളില് പാർഷ്യലി ഫിൽഡ് ആയ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയ ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ ആരെന്ന് വിളിക്കും? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആരൊക്കെയാണ്? വേഗം പറ. സിങ്ക് കോമ കാഡ്മിയം കോമ മെർക്കുറി, ഇവര് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. മറക്കല്ലേ. അടുത്തതാണ്ട് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആരാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ 12 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഉണ്ട്. 12ഉം പഠിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ പഠിക്കണം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിക്കണം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിക്കണം, കളർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് പഠിക്കണം, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് പഠിക്കണം, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി പഠിക്കണം. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ 12 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. എത്ര എണ്ണം പഠിക്കണം? അറ്റോമിക് റേഡിയൈ പഠിക്കണം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിക്കണം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിക്കണം, കളർ പഠിക്കണം, കോംപ്ലക്സ് ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് പഠിക്കണം, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി പഠിക്കണം. 6 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. കളറിന്റെ കാരണം എഴുതി വെച്ചു. കളറിന്റെ കാരണം ചോദിച്ചാൽ ഡി ട്രാൻസിഷൻ എന്ന് പറയണം. കളറിന്റെ കാരണം ചോദിച്ചാൽ ഡി ട്രാൻസിഷൻ എന്ന് എന്റെ കുട്ടികൾ പറയണം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ ചോദിക്കും. mu = n/n+2 ആണ്. അത്രയും ബോർ മാഗ്നറ്റോൺ ആണ്. അതും പഠിക്കണേ. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. എന്തൊക്കെ പഠിക്കണം? സ്ട്രക്ചർ പഠിക്കണം, പ്രിപ്പറേഷൻ പഠിക്കണം, പ്രോപ്പർട്ടീസ് പഠിക്കണം. അപ്പൊ മക്കളെ, ഇത്രയും വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് സൂപ്പർ ആയിട്ട് പരീക്ഷ എഴുതുക. ബ്രൈറ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്.